എന്താണ് സിയോ? എന്നെ കണ്ടുപിടിക്കാൻ നീ ഇത്ര വർഷമായി പരിശ്രമിക്കുന്നുണ്ടല്ലോ. എന്താണ്, ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് വല്ല പണമോ അങ്ങനെന്തെങ്കിലും കടം മേടിച്ചിട്ടുണ്ടോ? ഇത്ര ആത്മാർത്ഥമായിട്ട് എന്നെ തിരയാൻ എന്ന് പറഞ്ഞ സെയിൽസ്മാനോട്, സിയോ നീ വെറുമൊരു നായയല്ലേ? നിന്റെ മുതലാളിമാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന വെറുമൊരു നായ. എന്നെക്കുറിച്ച് നീ അതാണ് വിചാരിച്ചിരിക്കുന്നത്? സിയോങ്, ദയവ് ചെയ്ത് ഈ ഗെയിം നിർത്തിക്കൂടെ? എന്തിനാണ് മനുഷ്യരിങ്ങനെ കൊല്ലുന്നത്? നിന്റെ മുകളിലുള്ളവരെ കുറിച്ച് പറ, അല്ലെങ്കിൽ നീ ഇവിടുന്ന് ജീവനോടെ തിരിച്ചു കൊല്ല. ഹോ, ഞാൻ വല്ലാതങ്ങ് പേടിച്ചു. ഞാൻ വിചാരിച്ചാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിന്നെ ഇപ്പോൾ തന്നെ കൊല്ലാൻ സാധിക്കും. സിയോങ് ധൈര്യത്തോടെ മുന്നോട്ട് വന്ന്, എന്നാൽ ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്ത് കാണിക്കുക. അപ്പോൾ സെയിൽസ്മാൻ, നിന്നെ പോലെ ഈ ഭൂമിക്ക് ഭാരമായ ദരിദ്രവാസികളെ കൊന്ന സ്ഥലമാണത്. വേണമെങ്കിൽ നിന്നെ ഒരു വേസ്റ്റ് പോലെ വലിച്ചെറിയാൻ എനിക്കധികം സമയം വേണ്ട. അപ്പോൾ സിയോങ്, അതെ ശരിയാണ്, ഞങ്ങൾ വെറും വേസ്റ്റാണ്. കാരണം നീ അവരുടെ വളർത്തുനായല്ലേ. സംസാരം നിർത്തി ഗെയിം കളിക്കാൻ നോക്ക്. സെയിൽസ്മാൻ തൻ്റെ ഗണ്ണെടുത്ത് അതിൽ ഒരു ബുള്ളറ്റ് മാത്രം വെച്ച് റൊട്ടേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിച്ചുകൊണ്ട് സിയോങ്ങും സെയിൽസ്മാനും സ്വന്തം ശിരസിലേക്ക് വെടിയുതിർക്കുന്നു. മരണം 5-1 തന്നെ എപ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാത്ത അവസ്ഥയായിരുന്നു. അവസാനത്തെ ചാൻസ് സെയിൽസ്മാൻ്റേതാകുന്നു. അപ്പോൾ സിയോങ് പറയുന്നു, ഇപ്പോൾ വേണമെങ്കിൽ നിനക്കെന്നെ ഷൂട്ട് ചെയ്യാമല്ലേ? ഇത് കേട്ട സെയിൽസ്മാൻ, എല്ലാ ഗെയിമിനും അതിൻ്റേതായ റൂൾസ് ഉണ്ട് എന്ന് പറഞ്ഞ ശേഷം ആ ഗെയിമിൻ്റെ റൂൾ മാനിച്ച് അദ്ദേഹം സ്വമേധയാ മരണത്തിന് കീഴടങ്ങുന്നു.